ചേരന്മാർ. ക്രിസ്തുവർഷത്തിന്റെ ആദി ശതകങ്ങളിൽ തന്നെ ചേരന്മാർ കേരളത്തിലെ പ്രബല ശക്തി എന്ന നിലയിൽ പ്രതിഷ്ഠ നേടി. വഞ്ചി, തൊണ്ടി, കരൂർ എന്നിവിടങ്ങളിൽ ആസ്ഥാനമുറപ്പിച്ചിരുന്ന 3 സ്വതന്ത്ര ശാഖകൾ ചേരവംശത്തിനുണ്ടായിരുന്നതായി ചിലർക്ക് അഭിപ്രായമുണ്ട്. ഇത് ശരിയല്ല. രാഷ്ട്രീയ ആധിപത്യത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചതോടുകൂടി ചേര രാജവംശത്തിലെ അംഗങ്ങൾ വിപുലമായ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവാസമുറപ്പിച്ചിരുന്നു. കൂട്ടുവാഴ്ചയായിരുന്നു അവരുടേത്. അതനുസരിച്ച് രാജകുടുംബത്തിലെ ഏറ്റവും മൂത്തയാൾ നാടുവാഴും. അദ്ദേഹം വഞ്ചിയിലോ തൊണ്ടിയിലോ കരൂരിലോ എവിടെ താമസിച്ചിരുന്നാലും ഈ പതിവിന് മാറ്റമില്ല. ചേര രാജാക്കന്മാർ പാണ്ഡ്യരെയും ചോളരെയും പോലെ മക്കത്തായക്കാരായിരുന്നു. പതിറ്റുപ്പത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെ അവലംബമാക്കി 1-ാം ചേര സാമ്രാജ്യത്തിന്റെ ഒരു നേരിയ രൂപരേഖയാണ് ചുവടെ കൊടുക്കുന്നത്. പതിറ്റുപ്പത്തിൽ പറയുന്ന എല്ലാ ചേര രാജാക്കന്മാരും സിംഹാസനാരൂഢരായി എന്ന് ധരിക്കരുത്. അവരിൽ പലരും അടുത്ത ഭരണാവകാശികളെന്നോ യുവരാജാക്കന്മാരെന്നോ ഉള്ള നിലയ്ക്ക് ഭരണകാര്യങ്ങളിൽ ചക്രവർത്തിയെ സഹായിച്ചവരാണ്. പതിറ്റുപ്പത്തിലെ ചേര രാജാക്കന്മാർക്ക് യഥാർത്ഥത്തിൽ 3-4 തലമുറകളുടെ മാത്രം പ്രാതിനിധ്യമേയുള്ളൂ. 1-ാം ചേര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ ഖണ്ഡിതമായ ഒരു വംശാവലി തയ്യാറാക്കാൻ ഇവിടെ ഒരുമ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ എങ്ങനെ ശ്രമിച്ചാലും കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ അഭ്യൂഹങ്ങളെ ആശ്രയിക്കാനേ നിവൃത്തിയുള്ളൂ. ഉദിയൻ ചേരൽ ആദൻ. പെരുചോറ്റുതിയൻ ചേരലാദൻ എന്നുകൂടി അറിയപ്പെടുന്ന ഉദിയൻ ചേരലാദൻ പ്രസിദ്ധമായ ചേര രാജാക്കന്മാരിൽ ഏറ്റവും പ്രാചീനനാണ്. പതിറ്റുപ്പത്തിന്റെ നഷ്ടപ്പെട്ടുപോയ 1-ാം പത്തിലെ നായകൻ ഇദ്ദേഹമായിരുന്നിരിക്കണം. കുട്ടനാട്ടിൽ കുഴമൂർ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ രാജധാനി. അകം 168. ഉദിയൻ ചേരലാദന്റെ കാലത്തായിരുന്നു ചേരരാജ്യം കുട്ടനാടിന് വടക്കോട്ടും കിഴക്കോട്ടും വികസിക്കാൻ തുടങ്ങിയത്. അകം 65. വാനവരമ്പൻ എന്നൊരു ബിരുദമുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. വാനം രാജ്യത്തിന്റെ വരമ്പ്, അതിർത്തിയാക്കിയവൻ എന്നും വാനവർക്ക് അമ്പുള്ളവൻ, പ്രിയപ്പെട്ടവർ എന്നും ഇതിന് അർത്ഥം പറയാം. കരികാല ചോളന്റെ സമകാലികനായിരുന്നു ഇദ്ദേഹം. വെണ്ണിയിൽ വെച്ച് കരികാല ചോളനുമായുണ്ടായ യുദ്ധത്തിൽ മുതുകിൽ മുറിവേറ്റതുകൊണ്ട് പുറം 65-66 അപമാനം സഹിക്കാനാവാതെ ഈ ചേര രാജാവ് നിരാഹാരമനുഷ്ഠിച്ച് ചരമം പ്രാപിച്ചു. മറ്റു പലരും അദ്ദേഹത്തെ അനുഗമിക്കുകയുണ്ടായെന്നും പറയുന്നു. അകം 55. പെരുംചോറ്റുതിയൻ അതിഗംഭീരമായ സദ്യ നടത്തിയ ചേരരാജാവ് എന്ന് ഉദിയൻ ചേരലാദൻ പലവാറ് വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗം പൂകിയ പൂർവികന്മാരുടെ ബഹുമാനാർത്ഥം ഇദ്ദേഹം നടത്തിയ സദ്യയെ മാമൂലനാർ പ്രശംസിക്കുന്നു. അകം 233. ഇദ്ദേഹം കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവ പാണ്ഡവ സേനകൾക്ക് ഒരുപോലെ ഭക്ഷണം നൽകിയതായി മുരഞ്ചിയൂർ മുടിനാഗരായർ എന്ന ഒരു കവി പറയുന്നുണ്ട്. പുറം 2. ഈ കവിത പിന്നീട് ആരോ കൂട്ടിച്ചേർത്തതായിരിക്കണം. നെടും ചേരലാദൻ. ഉദിയൻ ചേരലാദനു ശേഷം ഭരണാധികാരമേറ്റത് അദ്ദേഹത്തിന്റെ മകൻ നെടും ചേരലാദൻ ആയിരുന്നു. ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനെന്നും ഹിമാലയം രാജ്യത്തിന്റെ അതിരാക്കിയവനെന്നും വ്യാഖ്യാനിക്കാവുന്ന ഇമയവരമ്പൻ എന്ന ബിരുദമുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. കുടക്കോ, കുട്ടനാട്ടു രാജാവ് എന്നും ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ഇക്കാലമായപ്പോഴാണ് കുടനാട് ചേരാധിപത്യത്തിലായിത്തീർന്നു എന്നതിന് തെളിവാണ് ഈ വിശേഷണം. പതിറ്റുപ്പത്തിലെ 2-ാം പത്തിന്റെ നായകനാണ് നെടും ചേരൽ. കണ്ണനാരുടെ കവിതയാണ് ഇത്. മുടി ചൂടിയ 7 മന്നന്മാരുടെ മേൽ അദ്ദേഹം വിജയം നേടിയതായും അങ്ങനെ അതിരാജ പദവിയിലുയർന്നതായും കണ്ണനാർ പറയുന്നു. നെടും ചേരലാദന്റെ ഭരണകാലത്ത് അദ്ദേഹം നടത്തിയ ആക്രമണങ്ങളിൽ അന്തുവൻ ചേരൻ, പലിയാനൈ ചെൽക്കെഴു കുട്ടുവൻ, ചെൽവക്കടും കോവാഴിയാദൻ, നാർമുടിച്ചേരൽ, വേൽ കെഴുകുട്ടുവൻ എന്നീ യുവരാജാക്കന്മാർ പങ്കെടുത്തിരുന്നു. കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള രാജാക്കന്മാരെ ഇദ്ദേഹം കീഴടക്കിയെന്ന് സഹജമായ അതിശയോക്തിയോടെ കവി വർണ്ണിക്കുന്നു. വനവാസിയിലെ കടമ്പരായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. അവരുടെ മേൽ അദ്ദേഹം നിർണായകമായ വിജയം നേടി. AD 4-ാം ശതകത്തിലാണ് കടമ്പ രാജാക്കന്മാരുടെ ഉത്ഭവം. ആ നിലയ്ക്ക് നെടുംചേരലിന്റെ കാലം അതിനുശേഷമാകാനേ തരമുള്ളൂ.
സമുദ്രതീര പ്രദേശങ്ങളിലെ യവനരെയും അദ്ദേഹം കീഴ്പ്പെടുത്തിയതായി പറയുന്നു. യവന നേതാവിനെ തടവിൽ പിടിച്ച് കൈകൾ പിറകിൽ കെട്ടി തലയിൽ നെയ്യുമൊഴിച്ച് നിരത്തിലൂടെ പരസ്യമായി നടത്തിക്കുകയുണ്ടായത്രേ. നെടുംചേരലാതൻ ശത്രുക്കളിൽ നിന്നും പിടിച്ചെടുത്ത ആഭരണങ്ങളുടെയും രത്നങ്ങളുടെയും കൂമ്പാരം മാന്തൈ എന്ന സമുദ്രതീര നഗരത്തിൽ പ്രദർശിപ്പിച്ചിരുന്നത് മാമൂലനാർ വർണ്ണിക്കുന്നു. അകം 127. ഈ ചേര രാജാവ് ദാനശീലത്തിലും കീർത്തി കേട്ടിരുന്നു. ഉമ്പർക്കോടിന്റെ ആനമല ഒരു ഭാഗം കണ്ണനാർ എന്ന കവിക്ക് അദ്ദേഹം ദാനം ചെയ്തു. അദ്ദേഹം രാജകൊട്ടാരത്തിലെ അതിഥികൾക്ക് മദ്യവും ഇറച്ചിയും ഇഷ്ടം പോലെ നൽകിയിരുന്നത്രേ. കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മഴ പൊഴിയാതിരുന്നെന്നു വരാം, പക്ഷേ ചേരലാതന്റെ ദാനശീലം പെയ്യുക തന്നെ ചെയ്യും. ഇദ്ദേഹത്തിന്റെ യശസ്കരമായ ഭരണം 58 വർഷം നീണ്ടുനിന്നു. ദക്ഷിണേന്ത്യയിലെ മറ്റെല്ലാ രാജാക്കന്മാരെയും പോലെ നെടുംചേരലാതനും തന്റെ ഭരണവർഷം കണക്കാക്കിയിരുന്നത് യുവരാജാവായി തീർന്നത് മുതൽക്കാണ്. ചോള രാജാവുമായുള്ള യുദ്ധത്തിലാണ് അദ്ദേഹം മരിച്ചത്. പുറം 62-63. അദ്ദേഹത്തിന്റെ വേലേറ്റു ചോള രാജാവും മരിച്ചു വീണതായി പറയുന്നു. പല്യാനൈ ചെൽക്കെഴുക്കുട്ടുവൻ. ഉദിയൻ ചേരലിന്റെ മകനും നെടുംചേരലിന്റെ അനുജനുമായ പല്യാനൈ ചെൽക്കെഴുക്കുട്ടുവൻ പതിറ്റുപ്പത്തിലെ 3-ാം ഖണ്ഡത്തിൽ പ്രകീർത്തിക്കപ്പെടുന്നു. പാലൈ ഗൗതമനാരാണ് കവി. പല്യാനൈ മഹാരാജാവായി പട്ടം കെട്ടിയില്ല. 25 വർഷം യുവരാജാവായി വാണതേയുള്ളൂ. ഇദ്ദേഹം ഉത്തര കേരളാക്രമണത്തിൽ നെടുംചേരലിനെ സഹായിക്കുകയുണ്ടായി. വടക്കേ മലബാർ, അതായത് പൂഴിനാടിന്റെ ഒരു ഭാഗമെങ്കിലും ഈ കാലഘട്ടത്തിൽ ചേര രാജാക്കന്മാർക്ക് അധീനമായിരുന്നെന്ന് ഇദ്ദേഹത്തിന്റെ പൂഴിയർ കോൻ പൂഴി നാടിന്റെ രാജാവ് എന്ന സ്ഥാനപ്പേരിൽ നിന്ന് മനസ്സിലാക്കാം. കൊങ്ങുനാട്, സേലം, കോയമ്പത്തൂർ പ്രദേശങ്ങൾ ആക്രമിച്ച ചേര സൈന്യത്തെ ഇദ്ദേഹമായിരുന്നു നയിച്ചത്. ആണ്ടിരന്റെ കൊങ്ങുനാടാക്രമണം പുറം 130 പല്യാനയുടെ ആക്രമണത്തിന് മുൻപായിരുന്നു. പെരിയാർ തീരത്തുള്ള വഞ്ചിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആസ്ഥാനമെന്ന് കവിതകളിൽ നിന്ന് ഊഹിക്കാം. അവസാന കാലത്ത് യുദ്ധങ്ങളിൽ നിന്നെല്ലാം വിരമിച്ച് ഒരു വിരക്ത ജീവിതമാണ് ഇദ്ദേഹം നയിച്ചത്. പല്യാനൈ കവികൾക്കും പണ്ഡിതന്മാർക്കും വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകിയിരുന്നതായും വേദവിധിപ്രകാരം യാഗം ചെയ്യുന്നതിന് ബ്രാഹ്മണരെ സഹായിച്ചിരുന്നതായും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സഹായത്താൽ ഗൗതമനാർ 10 യാഗം കഴിക്കുകയുണ്ടായത്രേ. നാർമുടിച്ചേരൽ. നെടുംചേരലാതന്റെ മകനായ കളംകായ് കണ്ണി നാർമുടിച്ചേരലിനെ കാപ്പിയാറ്റു കാപ്പിയനാർ പതിറ്റുപ്പത്തിന്റെ 4-ാം പത്തിൽ വാഴ്ത്തുന്നു. യുവരാജാവായി അഭിഷേകം കഴിച്ചപ്പോൾ പനനാരുകൊണ്ടുള്ള കിരീടവും രത്നങ്ങൾക്കു പകരം കളംകായ്കളും അണിഞ്ഞതുകൊണ്ടാണ് കളംകായ് കണ്ണിനാർമുടി എന്ന് ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടത്. രാജ്യങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെങ്കിലും പല്യാനയെപ്പോലെ ഇദ്ദേഹവും രാജ്യഭാരം ഏറ്റില്ല. യുവരാജാവായി 25 വർഷം വാണശേഷം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മരണമടഞ്ഞു. ഒട്ടേറെ യുദ്ധങ്ങളിൽ വിജയം വരിച്ചെങ്കിലും പരാജിതരായ ശത്രുക്കളോട് സൗജന്യപൂർവമായാണ് അദ്ദേഹം പെരുമാറിയത്. ഏഴിമലയിലെ നന്നനായിരുന്നു അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും പ്രബലനായ ശത്രു. നന്നന്റെ പുന്നാടാക്രമണം നാർമുടിച്ചേരലിനെ പ്രകോപിപ്പിക്കുകയും അദ്ദേഹം ചേര സൈന്യത്തെ എയിനന്റെ നേതൃത്വത്തിൽ നന്നന്റെ നേർക്ക് അയക്കുകയും ചെയ്തു. പാഴി യുദ്ധത്തിൽ നന്നൻ ചേര സൈന്യത്തെ ദയനീയമായി തോൽപ്പിച്ചെങ്കിലും അധികം വൈകാതെ നാർമുടിച്ചേരൽ വാഗൈ പെരുംതുറൈ യുദ്ധത്തിൽ നന്നനെ വധിക്കുകയും പൂഴിനാട് പൂർണ്ണമായും ചേരാധിപത്യത്തിലാക്കുകയും ചെയ്തു. നാർമുടിച്ചേരൽ ജനങ്ങളുടെ എല്ലാവിധ സുഖസൗകര്യങ്ങളിലും സജീവമായി ശ്രദ്ധിച്ചിരുന്നു. കവികളുടെയും പണ്ഡിതന്മാരുടെയും പുനസ്കർത്താവെന്ന നിലയിൽ അദ്ദേഹം കീർത്തിപ്പെട്ടു. ആസ്ഥാന കവിയായിരുന്ന കാപ്പിയാറ്റു കാപ്പിയാനാർക്ക് അദ്ദേഹത്തിന്റെ പ്രതിഭാശക്തിയെ മാനിച്ച് നാർമുടിച്ചേരൽ 40 ലക്ഷം സ്വർണ്ണ നാണ്യങ്ങൾ സമ്മാനിക്കുകയുണ്ടായി. കവികൾക്ക് ആനകളെയും അദ്ദേഹം പാരിതോഷികമായി കൊടുത്തിരുന്നു. വേൽക്കേഴുക്കുട്ടുവൻ. നെടുംചേരലാതന്റെ മറ്റൊരു മകനാണ് കടൽ പിറകോട്ടിയ വേൽക്കെഴുക്കുട്ടുവൻ. പതിറ്റുപ്പത്തിന്റെ 5-ാം പത്തിൽ പരണർ അദ്ദേഹത്തെ പുകഴ്ത്തുന്നു.
വേൽക്കെഴുക്കുട്ടുവൻ പിതാവിനു ശേഷം ഭരണഭാരം ഏറ്റു. കൊടുങ്ങല്ലൂരെ കണ്ണകി പ്രതിഷ്ഠയ്ക്കു വേണ്ട പിൽക്കാലത്തെ കുറുമ്പ ഭഗവതി ക്ഷേത്രം ശില കൊണ്ടുവരാൻ ഗംഗാതടം വരെ ജൈത്രയാത്ര നടത്തുകയും സമകാലികരായ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സാന്നിധ്യത്തിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്തതായി ചിലപ്പതികാരത്തിൽ വർണ്ണിക്കപ്പെടുന്ന ചേരൻ ചെങ്കുട്ടുവനും വേൽക്കെഴുക്കുട്ടുവനും ഒരാളാണെന്ന് ഒരു ധാരണയുണ്ട്. തുളുനാട്ടിലെ ആളുപരാജാക്കന്മാരെയും ബംഗാളിലെ പല രാജാക്കന്മാരെയും പരാമർശിക്കുന്ന ചിലപ്പതികാരം പിൽക്കാലത്തുണ്ടായതാണെന്നതിൽ സംശയമില്ലല്ലോ. വേൽക്കെഴുക്കുട്ടുവന്റെ മഹത്തായ ഒട്ടേറെ നേട്ടങ്ങളെപ്പറ്റി പരണർ പാടുന്നുണ്ട്. മോക്കൂർ മന്നനെയും കൊങ്ങരെയും അദ്ദേഹം തോൽപ്പിച്ചതായി പറയപ്പെടുന്നു. കടൽ പിറകോട്ടിയ എന്ന ബിരുദം സ്വീകരിച്ചതിൽ നിന്ന് അദ്ദേഹം സമുദ്രയുദ്ധത്തിൽ കാര്യമായ ഒരു വിജയം നേടിയിരുന്നതായി കരുതാം. വേൽക്കെഴുക്കുട്ടുവൻ തന്റെ സുശക്തമായ വേലുകൊണ്ട് കടലിനെ പിറകോട്ട് പായിച്ചു എന്നാണ് പരണർ വർണ്ണിച്ചിരിക്കുന്നത്. രാജാവ് നടത്തിയ സമുദ്രോത്സവത്തെയോ കടൽക്ഷോഭത്തെയോ മറ്റോ വെള്ളം വലിഞ്ഞു തീരത്തുണ്ടായ മാറ്റത്തെയോ ഭാവനാശാലിയായ കവി അതിശയോക്തിയിൽ വർണ്ണിച്ചതാണെന്ന് കരുതിയാൽ മതി. വേൽക്കെഴുക്കുട്ടുവനും ചേരൻ ചെങ്കുട്ടുവനും ഒരാളാണെന്ന ഊഹം ശരിയാണെങ്കിൽ ഇദ്ദേഹം കവികളെയും കലാകാരന്മാരെയും പരമാവധി പ്രോത്സാഹിപ്പിച്ചിരുന്നതായും അദ്ദേഹത്തിന്റെ കാലത്ത് സമുദ്രവാണിജ്യവും വ്യവസായവും വമ്പിച്ച വികാസം പ്രാപിച്ചിരുന്നതായും കണക്കാക്കാം. പെരുംചേരൽ, ഇരുമ്പൊറൈ, ഇളംചേരൽ, ആടുകോട്, പാട്ടുച്ചേരലാതൻ എന്നീ യുവരാജാക്കന്മാർ ഇദ്ദേഹത്തിന്റെ ആക്രമണങ്ങളിൽ സഹായിച്ചിരുന്നു. ആടുകോട് പാട്ടുച്ചേരലാതൻ. പതിറ്റുപ്പത്തിന്റെ 6-ാം ഖണ്ഡത്തിൽ പ്രകീർത്തിതനായ ആടുകോട് പാട്ടുച്ചേരലാതനും നെടുംചേരലാതന്റെ മകനാണ്. 38 വർഷം യുവരാജാവായിരുന്ന ഇദ്ദേഹം രാജാവായി അഭിഷിക്തനായില്ല. അദ്ദേഹത്തിന്റെ ദാനശീലവും പരാക്രമവും പതിറ്റുപ്പത്തിൽ പ്രത്യേകം പുകഴ്ത്തപ്പെടുന്നു. പോർനിലത്തിലെ വിജയാഘോഷങ്ങളിൽ കയ്യിൽ വാളുമേന്തി അദ്ദേഹം നൃത്തമാടാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആടുകോട് പാട്ടുച്ചേരലാതനെന്ന് വിളിച്ചു പോന്നതെന്ന് ഒരഭിപ്രായമുണ്ട്. ഏതോ എതിരാളി തട്ടിക്കൊണ്ടുപോയ ഒരു പറ്റം ആടുകളെ വീണ്ടെടുത്തതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നതെന്നും പറയപ്പെടുന്നു. കുട്ടനാട്ടെ ഒരു ഗ്രാമം മുഴുവൻ ഇദ്ദേഹം ബ്രാഹ്മണർക്ക് ദാനം നൽകിയത്രേ. സാഹിത്യത്തിലും കലകൾക്കും പ്രോത്സാഹനം നൽകിയിരുന്ന ഇദ്ദേഹം വാണിജ്യവും വ്യവസായവും വികസിപ്പിക്കുന്നതിലും തൽപരനായിരുന്നു. ചെൽവക്കടുംകോ വഴിയാതൻ. സംഘകാല കവികളിൽ അഗ്രേസരനായ കപിലർ പതിറ്റുപ്പത്തിന്റെ 7-ാം ഭാഗത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പാടുന്നു. തൊണ്ടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആസ്ഥാനം. ചെൽവക്കടുംകോ വഴിയാതൻ 25 വർഷം നാടുവാണിരുന്നു എന്നും പറയുന്നു. അന്തുവൻ ചേരലിന്റെ മകനായ ഇദ്ദേഹം നെടുംചേരലാതന്റെ ഭാര്യയുടെ അനുജത്തിയെ വിവാഹം കഴിച്ചു. ചോളരുടെയും പാണ്ഡ്യരുടെയും സംയുക്ത സൈന്യങ്ങളെ അദ്ദേഹം പരാജയപ്പെടുത്തിയെന്നാണ് പ്രശസ്തി. ചെൽവക്കടുംകോ രാജ്യത്തിന്റെ നാനാഭാഗത്തും പുതിയ ഗ്രാമങ്ങൾ സ്ഥാപിക്കുകയും യാഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. നിസ്സീമമായിരുന്നു കവികളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സൗമനസ്യം. 1,00,000 സ്വർണ്ണ നാണയവും ഒരു കുന്നിൽ നിന്ന് നോക്കിയാൽ കണ്ണെത്തുന്നത്ര ഭൂമിയും അദ്ദേഹം കപിലർക്ക് സമ്മാനിച്ചതായി പറയപ്പെടുന്നു. അടുത്ത കാലത്ത് പുകഴൂർ നിന്ന് കിട്ടിയ അരനാട്ടാർ മലൈ ശാസനത്തിൽ പറയുന്ന ആദൻ ചേരൽ ഇരുമ്പൊറൈ ഇദ്ദേഹമായിരുന്നിരിക്കണം. അടുത്ത കാലത്ത് പുകഴൂരിൽ നിന്ന് കിട്ടിയ അരനാട്ടാർ മലൈ ശാസനത്തിൽ പറയുന്ന ആദൻ ചേരൽ ഇരുമ്പൊറൈ ഇദ്ദേഹമായിരുന്നിരിക്കണം. പെരുംചേരൽ ഇരുമ്പൊറൈ. പതിറ്റുപ്പത്തിന്റെ 8-ാം പത്തിൽ അരിശിൽ കീഴാർ പെരുംചേരൽ ഇരുമ്പൊറയെ പ്രകീർത്തിക്കുന്നു. ചെൽവക്കടുംകോവന്റെ മകനാണ് ഇദ്ദേഹം. തകടൂർ എറിന്ത പെരുംചേരൽ എന്ന് കവിതകളിൽ അദ്ദേഹത്തെ പരാമർശിച്ചു കാണുന്നു. അധികമാൻ രാജാവായിരുന്ന എഴിനിയുടെ സുപ്രസിദ്ധമായ തകടൂർ നഗരം ഇദ്ദേഹം നശിപ്പിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചോള പാണ്ഡ്യ രാജാക്കന്മാരെ എന്ന പോലെ തകടൂർ അരജനെയും ഇദ്ദേഹം തോൽപ്പിച്ചു. പൂഴിനാടിൻ്റെയും കൊല്ലിമല സേലം ജില്ലയുടെയും മാത്രമല്ല പുഹാറിൻ്റെയും അതിനായകനായി കവിതകളിൽ ഇദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിനെ ആസ്പദമാക്കി വേൽക്കെഴുക്കുട്ടുവന്റെ ഭരണകാലത്ത് ഇദ്ദേഹം ചോള തലസ്ഥാനമായ പുഹാറും പിടിച്ചടക്കിയതായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. എതിരാളിയായ കഴുവുൾ എന്ന ഇടത്തലവനെയും അദ്ദേഹം തോൽപ്പിക്കുകയുണ്ടായി.
പെരുംചേരലിൻ്റെ ഔദാര്യത്തെയും ദാനശീലത്തെയും അരിശിൽ കീഴാർ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഇദ്ദേഹം ഒട്ടധികം യാഗങ്ങൾ നടത്തിയതായും പറയപ്പെടുന്നുണ്ട്. ഇളംചേരൽ ഇരുമ്പൊറൈ. പെരുംചേരലിൻ്റെ മകനാണ് ഇളംചേരൽ ഇരുമ്പൊറൈ. പതിറ്റുപത്തിൻ്റെ 9-ാം ഭാഗത്തിൽ പെരുംകുൻറ്റൂർ കീഴാൽ ഇദ്ദേഹത്തെക്കുറിച്ച് പാടുന്നു. വേൽക്കെഴുകുട്ടുവനെ പിന്തുടർന്ന് ഇളംചേരൽ അല്പകാലം നാടുവാണിട്ടുണ്ടാവണം. ഇദ്ദേഹം ചോളരെയും പാണ്ഡ്യരെയും പരാജയപ്പെടുത്തുകയും അവരിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്ത് രാജധാനിയായ വഞ്ചിയിൽ കൊണ്ടുവന്ന് പാണന്മാർക്കും മറ്റും ദാനം ചെയ്യുകയുമുണ്ടായെന്ന് പറയപ്പെടുന്നു. ഇളംചേരൽ അരിശിൻ കീഴാർക്ക് 9 ലക്ഷം കാണം കൊടുത്തതിനു പുറമെ ഒരു കൊട്ടാരം നിർമ്മിച്ച് സമ്മാനിക്കുകയും ചെയ്തത്രേ. ചേരവംശാവലി. പതിറ്റുപത്തിനെ ആസ്ഥാനമാക്കിയാണ് 9 ചേര രാജാക്കന്മാരെ കുറിച്ച് മുകളിൽ പ്രസ്താവിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവരിൽ കുറച്ചുപേർ മാത്രമേ സിംഹാസനാരോഹണം ചെയ്തുള്ളൂ. മറ്റുള്ളവർ യുവരാജാക്കന്മാരായി കഴിയുകയായിരുന്നു. പതിറ്റുപത്തിലെ ആദ്യത്തെ 6 പത്തുകൾ ഉദിയൻ ചേരലിനെയും ഇദ്ദേഹത്തിൻ്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ശേഷിക്കുന്ന 3 എണ്ണം ചെൽവക്കടുംകോവിനെയും അദ്ദേഹത്തിൻ്റെ പുത്രപൗത്രന്മാരെയുമാണ് പരാമർശിക്കുന്നത്. മറ്റ് സംഘകൃതികളിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള അന്തുവൻ ചേരൽ എന്ന രാജാവ് ചെൽവക്കടുംകോവിൻ്റെ പിതാവാണ്. അമരാവതി തീരത്തെ കരിവൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. കൊങ്ങുനാട് പിടിച്ചെടുത്തതിനു ശേഷമേ ചേരന്മാർ കരുവൂരെത്താൻ ഇടയുള്ളൂ. കരുവൂരേറിയ ഒൾവൾക്കോ പെരുംചേരൽ ഇരുമ്പൊറൈ എന്ന് വിളിക്കപ്പെടുന്ന രാജകുമാരൻ ആയിരിക്കണം കരുവൂർ പിടിച്ചടക്കിയത്. ഇദ്ദേഹം അന്തുവൻ ചേരൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടെന്നാൽ അന്തുവൻ ചേരൽ കരുവൂർ വസിക്കുന്നതായി പുറനാനൂറിലെ ഒരു പാട്ടിൽ മുടത്മോജിയാർ പറയുന്നു. അന്തുവൻ ചേരലും അദ്ദേഹത്തിൻ്റെ ശാഖയിൽപ്പെട്ട മറ്റു 3 ആളുകളും നെടുംചേരലിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെയും സമകാലികന്മാരാണെന്ന് കരുതാവുന്നതാണ്. ഇങ്ങനെ ഉദിയൻ ചേരലും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും പൗത്രന്മാരും ചേരവംശത്തിൻ്റെ ഒരു ശാഖയിലും അന്തുവൻ ചേരലും അദ്ദേഹത്തിൻ്റെ പുത്രപൗത്രന്മാരും മറ്റൊരു ശാഖയിലും പെട്ടിരുന്നു എന്ന് തീരുമാനിക്കാം. ആദ്യത്തെ ശാഖയെ വാനവരമ്പൻ ശാഖയെന്നും രണ്ടാമത്തേതിനെ ഇരുമ്പൊറൈ ശാഖയെന്നും വിളിച്ചുകൂടായികയില്ല. ആദിചേരന്മാരുടെ വംശാവലി താഴെ കൊടുക്കും വിധമാണ്. അതാണ് നമ്മൾ തന്നിരിക്കുന്നത്, അത് നോക്കുക. മേൽപ്പറഞ്ഞ ചേര രാജാക്കന്മാരിൽ ഉദിയൻ ചേരൽ, നെടുംചേരൽ, വേൽക്കെഴുകുട്ടുവൻ എന്നിവർ മാത്രമേ സിംഹാസനസ്ഥരായി ദീർഘകാലം ഭരിച്ചുള്ളൂ. ഒരു വേള ചെൽവക്കടുംകോവും ഇളംചേരലും 2-3 വർഷത്തേക്ക് യഥാക്രമം വേൽക്കെഴുകുട്ടുവനു മുൻപും പിൻപുമായി രാജഭരണം നടത്തിയിട്ടുണ്ടാവാം. മറ്റുള്ളവരെല്ലാം നാടുവാഴുന്ന രാജാക്കന്മാരെ യുവരാജാക്കന്മാരെന്ന നിലയിൽ ഭരണത്തിലും യുദ്ധത്തിലും സഹായിച്ചിട്ടുണ്ടെന്നേയുള്ളൂ. ഉദിയനും അന്തുവനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവർ സഹോദരന്മാരായിരുന്നിരിക്കാം. നെടുംചേരലാതൻ്റെ ഭാര്യ സഹോദരിയെയാണ് ചെൽവക്കടുംകോ വിവാഹം കഴിച്ചതെന്ന കാര്യം അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സൂചനയാണ്. മറ്റ് ചേര രാജാക്കന്മാർ. സംഘകൃതികളിൽ നിന്ന് മറ്റ് ചേര രാജാക്കന്മാരെക്കുറിച്ച് നമുക്കറിയാം. അവരിൽ പ്രധാനപ്പെട്ടവരിലൊരാളാണ് യാനൈക്കട് മാന്തരൻ ചേരൽ. ആനയുടേതുപോലുള്ള നോട്ടമായിരിക്കാം യാനൈക്കട് ചേയ എന്ന ബിരുദം അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. മാന്തരൻ ചേരൽ ഇളംചേരലിൻ്റെ മകനും അദ്ദേഹത്തിനു ശേഷം നാടുവാണ രാജാവും ആയിരുന്നിരിക്കണം. പതിറ്റുപത്തിലെ നഷ്ടപ്പെട്ട 10-ാമത്തെ ഭാഗം ഇദ്ദേഹത്തെക്കുറിച്ചായിരുന്നു എന്ന് വരാം. ചേര സാമ്രാജ്യത്തിൻ്റെ രാജ്യഭദ്രത അദ്ദേഹം കാത്തുപോന്നതായി കരുതാം. മാന്തരൻ ചേരലിൻ്റെ ഭരണം വേൽക്കെഴുകുട്ടുവൻ്റെ കാലത്തെന്ന പോലെ കിഴക്ക് കൊല്ലിമല വരെയും പടിഞ്ഞാറ് തൊണ്ടി, മാന്തൈ എന്നീ ദേശങ്ങൾ വരെയും വ്യാപിച്ചിരുന്നു. വിളങ്കിൽ എന്ന സ്ഥലത്ത് ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചതായി പറയപ്പെടുന്നു. തലയ്യാലങ്കാനം യുദ്ധം കൊണ്ട് പ്രസിദ്ധനായി തീർന്ന നെടുംചെഴിയൻ എന്ന പാണ്ഡ്യരാജാവ് മാന്തരൻ ചേരലിനെ തടവുകാരനായി പിടിച്ചെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാലത്തോടെ ചേര സാമ്രാജ്യം ക്ഷയോന്മുഖമായി. കണയിങ്കാൽ ഇരുമ്പൊറൈ എന്ന മറ്റൊരു ചേര രാജാവ് മൂവൻ എന്ന നാടുവാഴിയെ തോൽപ്പിക്കുകയും അയാളുടെ പല്ലുകൾ പിഴുതെടുത്ത് തൊണ്ടിയുടെ കോട്ടവാതിലിൽ സ്ഥാപിക്കുകയും ചെയ്തത്രേ. ചെങ്കണാൻ എന്ന ചോള രാജാവ്
തടവുകാരനായി പിടിച്ചപ്പോൾ അദ്ദേഹം അപമാന ഭീതി കൊണ്ട് നിരാഹാരവ്രതത്താൽ ജീവൻ ഉപേക്ഷിച്ചതായി പറയുന്നു. വഞ്ചിയിലെ മറ്റൊരു ചേര രാജാവായിരുന്നു പാലൈ പാടിയ പെരുംകടുങ്കോ. പ്രതിഭാശാലിയായ ഒരു കവി കൂടിയായിരുന്നു ഇദ്ദേഹം. തൊണ്ടിയിലെ കോതൈ മാർപ്പൻ തുടങ്ങി സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെടുന്ന അപ്രശസ്തരായ ചില രാജാക്കന്മാർ ഇനിയുമുണ്ട്. അവർ പ്രത്യേക പരിഗണനയൊന്നും അർഹിക്കുന്നില്ല. വഞ്ചിമുതൂർ എന്ന ചേര രാജധാനി. ഒന്നാം ചേര സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ രാജധാനിയായ വഞ്ചിമുതൂർ എവിടെയായിരുന്നു എന്നത് ചേര ചരിത്രത്തിലെ കൗതുകകരമായ ഒരു വിവാദ വിഷയമാണ്. ചേര തലസ്ഥാനത്തെ കുറിക്കാൻ വഞ്ചി, കരൂർ, കരവൂർ എന്നീ പേരുകൾ സംഘകൃതികളിൽ പര്യായ പദങ്ങളായി പ്രയോഗിച്ചു കാണുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലും കരൂർ എന്നു പേരുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ചേര തലസ്ഥാനമായ വഞ്ചിയെ പ്രതിഷ്ഠിക്കാൻ സ്ഥലനാമങ്ങളിൽ കാണുന്ന സാദൃശ്യം പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. തിരുച്ചിറപ്പള്ളി ജില്ലയിൽ അമരാവതി തീരത്തുള്ള കരൂറാണ് വഞ്ചിയെന്ന് വി.ആർ. രാമചന്ദ്ര ദീക്ഷിതർ, കെ.എ. നീലകണ്ഠ ശാസ്ത്രി തുടങ്ങിയ സുപ്രസിദ്ധ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നു. ചില പ്രാചീന ശാസനങ്ങളിൽ കൊങ്ങുനാട്ടിലെ കരൂറിനെ വഞ്ചി എന്ന് പരാമർശിച്ചു കാണുന്നതും മറ്റും ഈ വാദത്തിന് ഉപോദ്ബലകമാണ്. 10ാം ശതകത്തിലെ ചിന്നമാനൂർ ശാസനം പൊന്നി നദിയുടെ തീരത്തുള്ള വഞ്ചിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഈ നദി അമരാവതിയാണെന്നും ഇതിന്റെ തീരത്തുള്ള വഞ്ചിയാണ് കരൂരെന്നും കരുതുന്നവരാണ് മേൽപ്പറഞ്ഞ പണ്ഡിതന്മാർ. വഞ്ചി തമിഴ്നാട്ടിലാണെന്ന പ്രസ്തുത നിഗമനത്തിനെതിരെ അത് കേരളത്തിൽ തന്നെയാണെന്ന് മറ്റൊരു വാദവുമുണ്ട്. വഞ്ചി കോതമംഗലത്തിനടുത്തുള്ള തൃക്കാരിയൂരാണെന്ന കവി കനകസഭയുടെ അഭിപ്രായം ആരും കാര്യമായി എടുത്തിട്ടില്ല. ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള തിരുവഞ്ചിക്കുളമാണ് ചേര തലസ്ഥാനമായ വഞ്ചി എന്ന ഡോക്ടർ എസ്. കൃഷ്ണസ്വാമി അയ്യങ്കാരുടെയും കെ. ജി. ശേഷങ്കാരുടെയും മറ്റും അഭിപ്രായം ശ്രദ്ധേയമാണ്. കൊടുങ്ങല്ലൂരിനടുത്തുള്ള കരുപ്പടന്നയാണ് വഞ്ചിയെന്ന് മൂന്നാമതൊരു വാദമുണ്ട്. ഈ പക്ഷത്താണ് പ്രൊഫസർ ആർ. സത്യനാഥയ്യരും പ്രൊഫസർ ഇളംകുളം പി. എൻ. കുഞ്ഞൻപിള്ളയും. കിട്ടിയിട്ടുള്ള തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ തിരുച്ചിറപ്പള്ളിയിലെ കരൂറാണ് വഞ്ചിയെന്ന അഭിപ്രായം യുക്തിസഹമല്ലെന്ന് കാണാം. പഴയ തുറമുഖമായ മുസിരിസിനടുത്തുള്ള ഉൾനാടൻ പട്ടണമായ കരുപ്പടന്നയും വഞ്ചിയും ഒന്നാണെന്ന അഭിപ്രായത്തിന് അനുകൂലമായി പലതും പറയാനുണ്ട്. ചേരന്മാർ അവരുടെ രാജ്യവിപുലീകരണം ആരംഭിച്ചത് കുട്ടനാട്ടു നിന്നായിരുന്നെന്നും കൊങ്ങുനാടും കരൂറും പിൽക്കാലത്താണ് അവരുടെ അധീനതയിലായതെന്നും ഓർക്കണം. ചരിത്രപരമായ ഈ തെളിവ് തിരുച്ചിറപ്പള്ളിയിലെ കരൂരിനെ നിഷേധിക്കുന്നു. വഞ്ചി കൊങ്ങുനാട്ടിലാണെന്ന വാദത്തിനെതിരാണ് പ്ലീനിയെയും ടോളമിയെയും പോലുള്ള യവന ലേഖകന്മാരുടെ ഗ്രന്ഥങ്ങൾ നൽകുന്ന ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ. പ്ലീനി മുസിരിസിനെ കുറിച്ച് പറയുന്നത് ചേരരാജ്യത്തിന്റെ ആസ്ഥാനമെന്ന നിലയ്ക്കാണ്. നദീമുഖത്തിന് 2 മൈൽ അകലെയാണ് കേരബോത്രാസിന്റെ ഭരണകേന്ദ്രം എന്ന് പെരിപ്ലസുകാരൻ പറയുന്നു. കേരബാത്രാസിന്റെ രാജധാനിയായ കരൗരയെക്കുറിച്ച് പറയുന്ന ടോളമി ആ നഗരത്തിന്റെ അക്ഷാംശവും രേഖാംശവും നൽകുന്നുണ്ട്. അവ മുസിരിസിൻ്റേതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായി അദ്ദേഹം നൽകുന്ന മറ്റ് വിവരണങ്ങളെല്ലാം രാജധാനി മുസിരിസിനടുത്ത് ഉള്ളോട്ട് മാറിക്കിടക്കുന്ന ഒരു നഗരമാണെന്ന് വ്യക്തമായി തെളിയിക്കുന്നു. കരൗരയും മുസിരിസും തൊട്ടു കിടക്കുന്ന 2 പ്രദേശങ്ങളാകയാൽ യവന ലേഖകന്മാർ ഇവയെ 2ആയി കണക്കാക്കിയിരുന്നില്ല. 2 ചേര രാജ്യത്തിന്റെ തലസ്ഥാനമാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. മുസിരിസിനടുത്തു തന്നെയാണ് ചേര തലസ്ഥാനമായ വഞ്ചി എന്ന് നിശ്ചയിക്കാൻ അനുകൂലമാണ് സംഘകാലത്തിന് ശേഷമുണ്ടായ തമിഴ് കൃതികളിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ. ചിലപ്പതികാരത്തിലെ നായികയായ കണ്ണകി മധുരയിൽ നിന്ന് വഞ്ചിയിലേക്ക് വന്നത് സഹ്യപർവ്വതത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ കടന്നായിരുന്നു. ചിലപ്പതികാരത്തിന്റെ വ്യാഖ്യാതാവ് കരൂരെന്നും വഞ്ചി എന്നും പ്രയോഗിക്കുന്നത് ഒന്നിനു പകരം മറ്റൊന്നാകാമെന്ന മട്ടിലാണ്. ഇങ്ങനെ നോക്കിയാൽ ചേര തലസ്ഥാനമായ വഞ്ചി മുസിരിസിനടുത്താണെന്ന വാദത്തിന് ഉറപ്പുവരുത്താൻ പോന്ന തെളിവുകൾ ധാരാളമുണ്ട്. ഏതായാലും ചേര തലസ്ഥാനം തമിഴ്നാട് സംസ്ഥാനത്ത് ആയിരുന്നില്ല. പ്രാചീന ചേര രാജധാനിയായ വഞ്ചി കൊടുങ്ങല്ലൂരിനും ഇരിങ്ങാലക്കുടയ്ക്കും ഇടയ്ക്കായിരിക്കാനാണ് സാധ്യതയെന്ന് മലയാളത്തിലെ കോക സന്ദേശവും തമിഴിലെ തക്കയാഗപ്പരണിയും സൂചിപ്പിക്കുന്നു. AD 1400-നടുത്തുണ്ടായ കോക സന്ദേശത്തിൽ സന്ദേശവാഹകനായ കോകം
തിരുവഞ്ചക്കുളം എത്തുന്നതിനു മുൻപ് കുണകയും തൃക്കണാമതിലകമാണ്. വഞ്ചിയും കരുപ്പടന്നയും കടന്നു പോകണമെന്ന് പറയുന്നു. കോക സന്ദേശത്തിൽ പറയുന്ന വഞ്ചി അന്ന് തിരുവഞ്ചക്കുളം, തമിഴിൽ തിരുവഞ്ചൈക്കളം എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ തിരുവഞ്ചിക്കുളമല്ലെന്നും അവിടെ നിന്ന് ഏതാനും നാഴിക വടക്കാണെന്നും മനസ്സിലാക്കണം. സംഘകാലത്തിന് ശേഷം ചേരശക്തിക്കുണ്ടായ ക്ഷയത്തോടുകൂടി വഞ്ചിമുതൂരിന്റെ ആദ്യകാല പ്രതാപം നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. 9-ാം ശതകത്തിൽ ചേര സാമ്രാജ്യം പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ചേര ചക്രവർത്തിമാർ അവരുടെ രാജധാനി ഉള്ളിലുള്ള കരുപ്പടന്നയിൽ നിന്ന് സമുദ്രതീരത്തിനടുത്തുള്ള ശതകത്തിലെ തമിഴ് കവിയായ ഒട്ടക്കൂത്തൻ തൻ്റെ തക്കയാകപ്പരണിയിൽ ചേര തലസ്ഥാനം വഞ്ചിയിൽ നിന്ന് മഗോദയിലേക്ക് മാറ്റിയതായി പറയുന്നത് കരുപ്പടന്നയിൽ നിന്ന് മഹോദയപുരത്തേക്ക് ചേര രാജധാനിയുടെ മാറ്റത്തെക്കുറിച്ചായിരിക്കാം. പക്ഷേ അദ്ദേഹം പറയുന്ന വഞ്ചി കൊടുങ്ങല്ലൂരിനടുത്തുള്ള കരുപ്പടന്നയാണോ തിരുച്ചിറപ്പള്ളിയിലെ കരൂരാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. 2-ാം ചേര സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർ ആദ്യ ചേര തലസ്ഥാനത്തിന്റെ പേര് ഉപയോഗിച്ച് കൊടുങ്ങല്ലൂരിനെ വഞ്ചി എന്ന് വിളിച്ചിരുന്നു. 12-ാം ശതകത്തിന്റെ ആരംഭത്തിൽ രാമവർമ്മ കുലശേഖരൻ 1102 മഹോദയപുരത്ത് നിന്ന് കൊല്ലത്ത് താമസമാക്കിയപ്പോൾ കൊല്ലത്തിന് തെൻവഞ്ചി എന്ന് പേരുണ്ടായത് അർത്ഥഗർഭമാണ്. വടക്കൊരു വഞ്ചിയില്ലെങ്കിൽ കൊല്ലത്തിന് തെൻവഞ്ചി എന്ന് പേരുണ്ടാകുന്നതിൽ ഉപപക്തിയില്ല. കേരളത്തിലെ പുരാതനമായ മുസിരിസ് നഗരത്തിനടുത്തു തന്നെയായിരുന്നു വഞ്ചിമുതൂർ എന്നും തിരുച്ചിറപ്പള്ളിയിലെ കരൂരിന് വഞ്ചി എന്നും പേരുണ്ടായിരുന്നെങ്കിലും അതായിരുന്നില്ല ചേര തലസ്ഥാനമെന്നും തീരുമാനിക്കാൻ മേൽപ്പറഞ്ഞ തെളിവുകൾ മതിയാകും.